ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ് ആയതുകൊണ്ടല്ലേ, പുറത്തിറങ്ങിയതുകൊണ്ട് സമയം മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കമ്പനിനെ പറ്റിയിട്ട് ഓൾറെഡി എൻ്റെ ഒരു കൊളീഗ് മോണിക്ക ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെൻജൻ ഇൻസ്പയർ ടെക്നോളജി കമ്പനി എൻ്റെ രണ്ടാമത്തെ കമ്പനിയാണ് IPT സ്മാർട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും എൻ്റെ ഓഫീസിലും ഫാക്ടറിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷംസുക്ക, തെല്ലാറ് ഷംസുക്ക ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം നമ്മുടെ കമ്പനിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ IPT എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോഗൻ പോലെ തന്നെയാണ്, എംപവറിങ് ബിസിനസ് വേർ ദ പ്രിസിഷൻ മീറ്റ്സ് പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ഈ കമ്പനിയിൽ ഒരു കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ, ഒരു 40 പീപ്പിളേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇൻസ്പയറിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്നത് വേൾഡിലെ ഒരുപാട് ലീഡിങ് ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ടും കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഒരു എൻഡ് ടു എൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം 2014 നമ്മുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേഷൻ, സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രൊഡക്റ്റ് സോഴ്സിങ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ, ആൽഗോരിതം ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എവറിത്തിങ് അണ്ടർ വൺ റൂഫ്. സോ ഇതാണ് ഈ കമ്പനിയിലെ ഒരു കോർ ടീം. എന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട നിങ്ങൾക്കറിയും. ഓക്കെ, പിന്നെ നിക്കോ വോങ് is a COO. She came from the Huawei and she was the vice president of Huawei. Then Mr. Ami Lee, he was in Foxconn and Foxconn quality leader. And then Melinda Sin, the project senior manager, she was also working in the Foxconn. So നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ടൊരു സോഴ്സിങ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ കമ്പനിയിൽ നമ്മൾ ഐഡൻറ്റിഫൈങ് ആൻഡ് സെക്യൂർ ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഫോർ ദ, ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ല. അതിലും ഭേദം നമ്മളൊരു എൻഡ് ടു എൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലീഡിങ് ബ്രാൻഡുകളായിട്ടുള്ള പ്രത്യേകിച്ച് ടാറ്റ ഗ്രൂപ്പ് പോലുള്ള കമ്പനികളായിട്ട് ഇന്ത്യയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ വിദേശത്താണെന്നുണ്ടെങ്കിൽ പോളറോയിഡ്, അങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിന് വരുന്ന ലീഗൽ ഇഷ്യൂസ് മുതൽ ഒരു ഫാക്ടറി ഓഡിറ്റ്, പ്രോഡക്റ്റ് സോഴ്സിങ്, പ്രോഡക്റ്റ് ഇൻ്റഗ്രേഷൻ, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരേണ്ട എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇതിൽ പ്രധാനമായിട്ടും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ ഒരുപാട് കമ്പനികൾക്ക് പ്രോഡക്റ്റ്, ചൈനയിലേക്ക് ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരാറുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രോഡക്റ്റ് പ്രൊക്യൂർ ചെയ്യണമെന്നോ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നോ അതിൻ്റെ റിലയബിലിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്നൊന്നും ഒരു വലിയ പിടുത്തമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും. ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, പിന്നെ അതുപോലെ എഗ്രിമെൻറ്റ്, നമ്മൾ തന്നെ എഗ്രിമെൻ്റ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് പിന്നെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ EVT, DVT എന്ന് പറയുന്ന പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഫേംവെയർ, സോഫ്റ്റ്വെയർ അനാലിസിസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വരുന്ന റിസ്ക് മാനേജ്മെൻറ്റ്, നമ്മളൊരു വെണ്ടറിനായിട്ട് ചൈനയിൽ കോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്ന വെണ്ടർ നമുക്ക് മാച്ച് ആണോ അല്ല എന്നുള്ളത് അറിയുക എന്നുള്ളത് ഇറ്റ്സ് വെരി quite difficult. So we do the background information checking, the financial stabilities and their infrastructure, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അത്തരം ഒരു കമ്പനി നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫാക്ടറിയുടെ ക്വാളിറ്റി സിസ്റ്റം ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരു കോംപ്രഹെൻസീവ് ഫാക്ടറി ഇവാലുവേഷൻ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോഡക്റ്റ് റെഡി ആയ ശേഷം അതിന് വേണ്ട ഷിപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഒരു ബെറ്റർ പ്രൈസ് നെഗോഷിയേഷൻ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടീമുണ്ട്, ബോം അനാലിസിസ് ടീം. അപ്പോൾ അവർ ഒരു ബെറ്റർ പ്രൈസ് നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ടീമിന് കൊടുക്കാറുണ്ട്. ഫേവറബിൾ പേയ്മെൻറ്റ് ടേംസ്, അങ്ങനെ സുപ്പീരിയർ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് വരെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കും. അപ്പോൾ ഇതിൽ
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ റിസോഴ്സ് ഇൻ്റഗ്രേഷൻ, സ്ട്രീംലൈനിങ് റിസോഴ്സ് ടു എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, establishing strategic partnership, building strong collaborative relationship with high quality supply chains, enhancing R&D. ഇതിപ്പോൾ എല്ലാവരും പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, ഒരു ട്രേഡിംഗ് കമ്പനി ചെയ്യുന്നതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഏതൊരു ചൈനീസ് വെൻഡേഴ്സിനായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴും we will provide you the finance securities. So you do $1 million business or you do $1 billion business, we will give you the finance securities. That means when you cooperate with any Chinese vendors, no matter that Chinese company goes bankrupt or they are not providing the right product, we will be the responsible people to you and we will make you secure. Okay? So it's written here, safe on cooperation and fund. So IPT is like your China team. Okay? Thank you so much for listening me. Thank you.